cream. Cremated ah? Oh. I'm also. What that for? Because we love cream. Mama cake ഉണ്ടാക്കാ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചെക്കൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേ പ്രമാണിച്ച് ചിന്നൊരു ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. What is this? Spider-Man. Who made this? You. No. Papa. Huh? കേക്ക് മാത്രമല്ല കേട്ടോ ഹോം മെയ്ഡ്. അല്ലൂസിന്റെ സ്പൈഡർമാൻ ഷർട്ടും ഹോം മെയ്ഡ് ആണ്. ഡാഡി അല്ലേ ഉള്ളേ. I love it. Did you love it? It's like an old pack. Why? Well, because it's so. It's my brother's birthday. He loves Spider-Man, so we are doing a Spider-Man birthday. She's just making the cupcake ready. Is it? Yes, it's some Spider-Man kind of decorating cake. Spider-Man സന്യസിക്കായിരിക്കണല്ലോ അല്ലേ? Yeah. നേരെ നോക്കടാ. തലങ്ങിനൊക്കെ കുഴപ്പമില്ല. It's okay because balloon. It's a balloon. Yes. Papa. Thank you. Papa. Thank you. Oh, this is broken. Oh, not broken. ബർത്ത്ഡേ ബൈ പറ്റഞ്ഞി. Ayyo. നിന്നോ ഇതിന് വഴി കൊടുക്ക്. Don't say me, yeah. ആ പോരെ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സ്പൈഡർമാൻ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സ്പൈഡർ ബോയ്. Look who is here for your birthday. Spider-Man വന്നേക്കണേ. The lighter for candles. Spider-Man came to home. Lighter for candles. Hello. What's happening? What's happened? Hello? That's fake candle. That's real candle. So blow the ones in the cake, not those. Okay. Spider-Man. Spider-Man. അപ്പൊ എടുത്തോട്ടെ Spider-Man. No. Yes. Yes. എന്തൊരു സ്പൈഡർമാൻ അല്ലോ. How many Spider-Man have you done? How many did? Happy birthday to you. Happy birthday to you. Happy birthday dear Allus. Happy birthday. Mama, there's some in the night. I do not know. One bite. Yay. Spider-Boy. Are you happy, Allu? അല്ലേ ഹാപ്പി ഓഫാക്കല്ലേ റെഡിയാ. My eyes. Ayyo, my eyes. ഈ അഡു Allus കൊടുക്ക്. Me and take a photo. ഓക്കെ ഫോട്ടോ എടുക്കാം കേട്ടോ മമ്മി. വെയിറ്റ് Look what. Yeah, do us help. How is it? When we remove this birthday hat, you want to have Spider-Man? Okay. Okay, to make him happy, I will hug Spider-Man. I hug Spider-Man. എങ്ങോട്ടേക്കാ? We are going to Stargland. Allu birthday boy, where are you going? Park. Parka. അങ്ങനെ വീട്ടിലെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ സ്റ്റാഗ്ലാൻഡ്സിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ്. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് പോകണമെന്ന് കറക്റ്റായിട്ടൊരു കണക്ക് ഞങ്ങൾക്ക് തന്നെ ഇല്ല. വീട്ടിൽ നിന്ന് വെറും 30 മിനിറ്റ്സ് ഡ്രൈവ്. അതുകൊണ്ട് പിള്ളേർക്കും വലിയ മടുപ്പില്ല. നമുക്കെല്ലാവർക്കും കാണില്ലേ ഇതുപോലൊരു ഫേവറേറ്റ് സ്പോട്ട്. വേറെ എങ്ങോട്ടും പോകാൻ പറ്റിയില്ലെങ്കിലും എന്നാൽ നമുക്കിന്ന് ഇങ്ങോട്ട് പോകാം എന്ന് പറയുന്ന ഒരു പ്ലേസ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അത് നമ്മുടെ എറണാകുളത്തുള്ള സുഭാഷ് പാർക്കായിരുന്നു. ഇനി നാട്ടിൽ പോകുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവർക്കാനായിട്ട് ഒന്നുകൂടെ അവിടെ വരെ പോകണം.
25 ഹെക്ടേഴ്സ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു വൈൽഡ് ലൈഫ് റിസർവ് ആണ് നമ്മുടെ സ്റ്റാഗ്ലൻസ്. ദേ ആർ സെലിബ്രേറ്റിംഗ് ദെയർ 50th ആനിവേഴ്സറി. 50 വർഷമായി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എവിടെ തിരിഞ്ഞാലും കുറേ മൃഗങ്ങളെയും പക്ഷികളെയും താറാവിനെയും ഒക്കെ ഇതിനെയും കാണാം. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്റ്റാഗ്ലൻസിൽ വരാൻ. Eat that bread. എന്താന്ന് പറ നീ ഓടിക്കോടാ. ഇങ്ങടല്ല ബാക്ക് ആ ലൈക്ക് ദിസ് എല്ലാം മൂന്നെണ്ണം നാലെണ്ണം ഞാൻ കണ്ടില്ലേ. കുറേ കോഴീനെയും കിളികളെയൊക്കെ ഇവർ ചുമ്മാ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാം. അപ്പം അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളിടത്ത് കൂടുകൂട്ടി അവിടെ മുട്ടയൊക്കെ ഇട്ട് സുഖ ജീവിതം എന്താല്ലേ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് ഇവിടെ ഗസ്റ്റായിട്ട് വന്നവർ അവരെ ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്ത് വേണം. കൈ കൊടുക്ക ചിന്നു, കടിക്കില്ല. ഇത് കൊത്തണ എങ്ങനെയാ? ഇതിന്റെ ബീക്ക് കണ്ടില്ലേ? കണ്ടില്ലേ? അതെ. പിന്നെ ആ കൈ വെച്ച് കൊടുക്കുക. അതിപ്പം ചെയ്യില്ല. ആ അയ്യോടാ. കടി കിട്ടുന്നിട്ട് താഴെ ഇട്ടാ മതി. Keep it there. അവന് കിടന്ന് പാടാ. Mama, hold this. I want to take it. വന്നെ I love you. എല്ലാവരും കയറുമല്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ട്രാക്ടർ സവാരി. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പോണ വഴി ചെറിയൊരു സ്ട്രീമും ഇവർ ഈ വൈൽഡ് ലൈഫ് റിസർവ് സ്റ്റാർട്ട് ചെയ്ത കാലത്തുണ്ടായ 2-3 ബിൽഡിങ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കൂര. അപ്പോൾ അതൊക്കെ കാണാം. ചെറിയൊരു റൈഡ്. അപ്പോൾ പിന്നെ പിള്ളേർക്കും കുറച്ച് എൻജോയ്മെൻ്റ് ആണ്. പിന്നെ പോണ വഴി ഡ്രൈവർ ഇവിടുത്തെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് തരുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കൽ മാത്രമല്ല, എന്തെങ്കിലും ഫങ്ഷൻസ്, മെയിനായിട്ട് ബർത്ത്ഡേ പാർട്ടി, ഇതിനൊക്കെ നമുക്ക് ഇവൻറ്റ് ഒക്കെ നടത്താനായി സ്പേസ് ഹയർ ചെയ്യുകയും ചെയ്യാം. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഒരു ബാർബിക്യൂ ഏരിയ ഉണ്ട്, അതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ വെച്ച് ഫാമിലിയും കുറച്ച് മൃഗങ്ങളൊക്കെ ആയിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഹോ എവിടെ തിരിഞ്ഞാലും മയില്. ആർക്കായാലും കണ്ടാവുന്ന പിടിച്ചു വലിക്കാൻ തോന്നില്ലേ. സെറ്റ് ഇൻസൈഡ് ദ മൗത്ത്. ദേ വായോ, ദേ പോയി. പിഗിനെ വാങ്ങിച്ചോ. കടിക്കും പിഗിനെ വാങ്ങിച്ചോ. അയ്യോടാ. ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷൻ പന്നിക്കുട്ടികളായിരുന്നു. ഇത്രയും ചെറിയ പന്നീനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഇതിന് പിഗാണോ പഗ്ഗാണോ എന്ന് തോന്നിപ്പോ. നല്ല ക്യൂട്ട്. അഡൂസൊക്കെ അതിനെ എടുക്കുകയും എന്തൊരു ക്യൂട്ടല്ലേ. Mommy, I want to touch that horse. വന്നാമതല്ലേ അതോ ഇത് പയ്യെ പേടിപ്പിക്കല്ലേ. അവൻ ചിന്നു ധൈര്യം തെളിയിക്കൂ. പെയിന്റ് അടിക്കണ പോലെയല്ല. ജയനെ കുതിരോട്ടം പഠിപ്പിച്ച ആളാ. കയ്യന്റെ ഉള്ളിലേക്ക് പോയി പിന്നെ. അതെ
അത്യാവശ്യം നടന്ന് കാണാനുണ്ട്. അതായത് ഏകദേശം ഒരു 3 മണിക്കൂർ ലാവിഷായിട്ട് ചുറ്റി നടന്ന് കാണാൻ ഉള്ള ഏരിയ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ തൊട്ട് ബാക്കി കാണുന്നതാണ് ഇവിടുത്തെ മീൻകുളം. അതായത് ട്രൗട്ട് എന്ന് പറഞ്ഞ ഫിഷില്ലേ, ഏകദേശം സാൽമണൊക്കെ പോലെ ഫ്രഷ് വാട്ടർ ഫിഷാണ്. കണ്ണാടി പോലെ നമുക്ക് സൂപ്പറായിട്ട് നല്ല ക്ലിയർ വാട്ടറിൽ ട്രൗട്ടിനെ കാണാം. വെറുതെ കൈയിട്ട 2 പിടിച്ചോണ്ട് പോകാം, ആ സെറ്റപ്പിലാണ്. പക്ഷെ പിടിച്ചോണ്ട് പോകാൻ വകുപ്പില്ലല്ലോ. എവിടെ പൊട്ടിയാ? ഇല്ല അത് ബൈ ബൈ. ഹലോ Hello. Let's go again. I will stay here. You go. Hello. ഹലോ പറഞ്ഞ കയ്യിൽ Go കാണാൻ again. I പറ്റില്ല. want to see. ഓടിക്കല്ലേ? പപ്പനെയും മകനെയും വിളിക്ക്. അപ്പേ മമ്മി ആ താറാവ് നോക്കി. No. Allu's blow ചെയ്യണം because it's Allu's blow. Okay, Allu, blow. Happy birthday to you. Happy birthday dear Allu. Happy birthday to you. മുറിക്കൊന്നും വേണ്ട. Okay. Very good. Very good. Okay. Give to Mama and Papa and all. Mama വരാ. Very good. What is this? That's chocolate cake. Yummy. Let's taste the chicken. സൂപ്പറാണോ? Hey, yummy. ഇന്ന് നമ്മുടെ അല്ലൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ. സോ മമ്മിയും ജിന്നും കൂടെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുഞ്ഞ് കപ്പ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇവിടെ ഇരുന്ന് നല്ല അടിപൊളി ലൊക്കേഷൻ, ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. എന്തായാലും അല്ലൂസിന്റെ ബർത്ത്ഡേ ആയിട്ട് പീകോക്കിന്റെ ഒക്കെ കൂടെ ലഞ്ച്. അടുത്ത പ്രാവശ്യം ഗണ്ണൊക്കെ കിട്ടിയിട്ടാണ് അതിനെ വെടി വെച്ചത്. കറി വെച്ച് പന്നിനെ കോവിനെ ഒരുമിച്ചാണ്. കിടാവ് You want to go inside that hut? ഇങ്ങോട്ട് മുറിച്ചിട്ടുണ്ട്. Yes. On the wood. ഒയ്യോ, ഒരു കുളം നിറയെ ആമകള്. ഇനി വല്ല നക്ഷത്രാമയാണോ? ഒരെണ്ണത്തിനടുത്ത് പോക്കറ്റിലിട്ടിയ കാശ് എത്രയാ? അതിനാണ് ഒരു ടർട്ടലിനെ പിടിക്കാൻ. അടുസ് പൊക്കിക്കോ, 2 സൈഡിലും പിടിച്ചങ്ങോട്ട് പൊക്കിയാ മതി. കടിച്ചു കഴിഞ്ഞാല് കടിക്കൊന്നുമില്ല. ഇങ്ങോട്ട് ശേഷമായി ഡാഡി നോക്കാം അഡൂസ് പിടിച്ച്. അയ്യോ I don't know. കൊമ്പിൽ പിടിച്ച പറ്റില്ല. കൊമ്പിൽ പിടിച്ച മമ്മിയുടെ സ്റ്റൈല് കണ്ട് ആട് വരുന്ന ആണിച്ചിരുന്നു പോയി. തേതി പരിഷ്കാരിന്ന്. കൊട നിവർത്തി ആടാവൻ ചുടിയോര പിടിച്ച് മയങ്ങ. അന്നത് ഇപ്പൊ കൊറേ ഉണ്ടായി. എന്നിട്ടും ബോളിവുഡ് പഠിക്കാത്ത കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അവരോട് പൊറുക്കണമേ. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്താല്ലേ പാവമായിരുന്നു. എൻ്റെ അമ്മ, എന്താല്ലേ കൊമ്പ്. എനിക്ക് പണ്ട് നാട്ടിലൊരു തണ്ടർ ബേർഡ് ഉണ്ടായിരുന്നു, അതിന്റെ ഹാൻഡിൽ പോലെ.
അഡൂസും അല്ലൂസും ഫുൾ ആക്റ്റീവ് ആയിരുന്നു. എന്താണാവോ, ഒട്ടും പേടിയില്ല. എല്ലാ മൃഗങ്ങളെയും തൊട്ടും അതിനെ ഓടിച്ചിട്ടും ഫുൾ ആക്റ്റീവ്. പിള്ളേർക്ക് അടിച്ചു പൊളിക്കണമെങ്കിൽ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അഡൂസ് എല്ലാ ആനിമൽസിനെയും തൊട്ടുണ്ട്. ടോർട്ടോയ്സിന് വരെ തൊട്ട്. അയ്യേ, അപ്പൊ ഒന്നും പറയാനില്ല. വി ഹാഡ് എ ഫൺ ഫിൽഡ് ഡേ. അടിപൊളിയായിരുന്നു. ചെക്കൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ച് പൊളിച്ച്.